അമ്മേ, ഗണേശ, എന്ത് പറ്റി അമ്മാവ? എന്താ ഇതൊക്കെ? എന്താടാ സേതു? അത് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടത്. എന്താ ഇതൊക്കെ? അമ്മ, എന്ത് പറ്റി? എന്തിനാ കരയുന്ന? വാ തുറന്ന് ആരെങ്കിലും ഒന്ന് പറ. എന്താ ഉണ്ടായത്? ഞാൻ പറയാം. ഏട്ടനിപ്പോ കാവലടക്കണ പെണ്ണില്ലേ, അവളുടെ കെട്ടിയൊന്ന് കാട്ടിക്കൂട്ടിയ പരാക്രമമാണ് ഇതൊക്കെ. ഞാനടക്കം ഈ കുടുംബത്തിലെ എല്ലാവരും അളിയനെ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് അളിയന്റെ പേരും പറഞ്ഞൊരു തെമ്മാടി വീട്ടിൽ കയറി വന്ന് വീട്ടിലെ പെൺകുട്ടികളുടെ മാനത്തിന് വില പറയാന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാനാവും? ഇതിനെ അവൻ കൊന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരുത്തിന് മുമ്പിൽ കാഴ്ചവെക്കാനല്ല ഞാൻ എന്റെ മക്കളെ വളർത്തുന്നത്. ഇവിടെ എല്ലാവർക്കും ഈ ഏട്ടൻ വലുതായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ മാനോ വലുത്. ഒന്നിനും ഒരു കുറവുണ്ടാവില്ലെന്ന് പറഞ്ഞു വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ ആ കുട്ടിയുടെ പ്രശ്നം ഉണ്ടായപ്പോഴേ ഇത് നമുക്ക് വേണ്ട ഞാൻ ഏട്ടനോട് പറഞ്ഞതാ. അതൊന്നും വകവെക്കാതെ പിന്നെ ആ പെണ്ണിന്റെ പിറകെ പോയത് എന്തായാലും മോശമായി പോയി. ഇത്രയൊക്കെ കേട്ടിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തത്? 4 ദിവസം ഭർത്താവിന്റെ കൂടെ ജീവിച്ച ഒരു പെണ്ണിനെ നിനക്ക് ആലോചിച്ചപ്പോ അത്രയ്ക്ക് മോശക്കാരനല്ല നീ എന്ന് പറഞ്ഞ് അത് വേണ്ടാന്ന് വെച്ചവളാ ഈ അമ്മ. എന്നിട്ടിപ്പോ ഒരു മകളും ഭർത്താവുള്ള ഒരുത്തിയുടെ പുറകെ, അതും അവൾക്ക് കാവല് കിടക്കാൻ. അത്രയ്ക്ക് മോശക്കാരനായോ നീ? ഈ കുടുംബത്തിന്റെ സന്തോഷ വലുതെന്ന് പറഞ്ഞ് നടന്നിട്ട് നീ ആയിട്ട് തന്നെ അത് നശിപ്പിക്കുക. നിങ്ങൾ എല്ലാരും കൂടെ എന്തായി പറയണേ? നശിപ്പിക്കേ ഇല്ല. അവിടെ പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് കാവൽക്കാരനായിട്ടല്ല. അങ്ങനെ കാവൽ കിടന്ന ഒരു കുടുംബം ഉണ്ടാക്കണമെങ്കിൽ അത് എന്നെ ആകാമായിരുന്നു നല്ല പ്രായത്തില്. ഓ, ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ. ഇതൊരു തരം കോംപ്ലക്സാ. എല്ലാം ഉണ്ടായിട്ടും മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കോംപ്ലക്സ്. ശിവ, നീ ആരോട് സംസാരിക്കുന്ന ഓർമ്മയുണ്ടോ? നീ ഇതിൽ ഇടപെടണ്ട. നീയൊക്കെ കൂടെയുള്ള ഒത്തുകളി അതൊക്കെ. ശിവ, പറയുന്ന വാക്ക് വഴിതെറ്റിപ്പോയാ പിന്നെ അത് തിരിച്ചെടുത്ത് മായ്ച്ചു കളയാൻ നീയൊക്കെ ഇത്രയും പ്രായം വരെ ഇനിയും ജീവിച്ചാലും മതിയാവില്ല. വേഗത കൂടിയ കാലമായതുകൊണ്ട് എല്ലാം പെട്ടെന്നാണെന്ന് മനസ്സിലായി. എത്ര കാലം സന്തോഷിച്ചു എന്നുള്ളതല്ല, ഏത് നിമിഷം ദുഃഖിച്ചു എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നം. ഇനി അവനെ പോലെ ഒരുത്തൻ ഈ വീട്ടിൽ കയറി വരാതിരിക്കാൻ നോക്കാം. അപ്പോഴും ഉറപ്പില്ല. അങ്ങനെ ഉറപ്പില്ലാത്തൊരു വാക്കിന് മുമ്പിൽ കഴുത്തി നീട്ടി കൊടുക്കാൻ ഇവിടെ ആർക്കും സൗകര്യമില്ല. ഉറപ്പില്ലാന്നേ പറയാൻ പറ്റൂ. അകത്തേക്കും പുറത്തേക്കും എടുക്കുന്ന ഒരു കാറ്റിന്റെ ഇടയിലാ മനുഷ്യന്റെ ജീവിതം. എല്ലാവർക്കും ഉറപ്പെന്ന് കാവലിരിക്കുന്നിടയ്ക്ക് ഇതങ്ങ് തീർന്നു പോയാലോ? ചത്തു കിടക്കുമ്പോ ശവത്തെ നോക്കി പറയില്ലേ നിങ്ങളൊക്കെ വാക്ക് തെറ്റിച്ചെണ്ണ വീണെന്ന്? ഇതൊക്കെ ഓരോ ന്യായങ്ങളാ. അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് ജീവിക്കാനാണ് പ്ലാനെങ്കിൽ അങ്ങനെ ആയിക്കോ. ഞങ്ങൾ ആരും അതിന് തടസ്സം നിൽക്കില്ല. ഇനിയും ഇങ്ങനെ സംഭവിക്കില്ല എന്നൊരു ഉറപ്പില്ലെങ്കിൽ പിന്നെ കുടുംബവും കുട്ടികളായിട്ടോടെ നിൽക്കാൻ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി തന്നേക്കാം. വിഹിതമായിട്ട് വല്ലതും തരാനുണ്ടെങ്കിൽ അതിങ്ങ് തന്നേക്കാം. വേണ്ടമ്മേ, ഇത്രടം വരെയൊക്കെ എത്തിയല്ലേ? എന്നാ നിക്കേ. ചന്ദ്രേട്ടാ, അവരങ്ങനെയൊക്കെ പറഞ്ഞു വിചാരിച്ച് നിങ്ങൾ ഇത് എന്തിനുള്ള പുറപ്പാടാ? ഇടാ, ഞാൻ അറിയാത്തൊരു കാര്യത്തിന് ഏതോ ഒരു തെമ്മാടി കയറി വന്ന് ചെറ്റത്തരം കാണിച്ചു എന്ന് പറഞ്ഞ് അതിന്റെ പേര് ഞാൻ ഇവർക്ക് അന്യനായി പോയി പിന്നെ പിന്നെ പോട്ടെന്ന് വെക്കും. ചന്ദ്രേട്ടാ, എടുത്തോ, ആർക്കൊക്കെ വേണ്ടെന്ന് വെച്ചാ വീതിച്ചെടുത്തോ. വസ്തുവിന്റെ പ്രമാണമല്ല, അച്ഛന്റെ മരണക്കുറിപ്പാ. പിന്നെ ഒരു ചൂരൽ വടിയും. അനിയന്മാരെയൊക്കെ നന്നായിട്ട് വളർത്താൻ ഏൽപ്പിച്ചിട്ട് പോയതാ. എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത്. വിഹിതമായിട്ട് ഇത്രേ തന്നിട്ടുള്ളൂ. പിന്നെ സമ്പാദ്യമായിട്ട് സൂക്ഷിക്കാൻ അച്ഛൻ തന്നത് ഇത്തിരി സ്നേഹ. അതെല്ലാവർക്കും പാകത്തിന് ഇങ്ങോട്ട് വീതിച്ച് തന്നിട്ടുണ്ട് ചന്ദ്രൻ. ഇനി ഇത് രണ്ടുമല്ല, ഈ കാണുന്നതിൽ നിന്ന് വിഹിതം പറ്റാനാണ് ഉദ്ദേശമെങ്കിൽ ഇതൊക്കെ ഞാൻ അക്കരെ പോയി ഒറ്റയ്ക്ക് ഇന്ന് കണ്ണീരും വേർപ്പൊഴുക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഇതിൽ നിന്നൊരു തരി ഒരുത്തനും കിട്ടുമെന്ന് വ്യാമോഹിക്കണ്ട. പിന്നെ ഞാൻ കാരണം ഉണ്ടായത് ഞാനായിട്ട് തീർത്തോളാം. അതിന്റെ പേരിൽ ഇവിടെ ആരും ഒരുത്തന്റെ കത്തിത്തുമ്പിൽ തലവെച്ച് കൊടുക്കണ്ട. നിനക്കും മകൾക്കും എന്നെ കാണുന്നതേ അറപ്പാണെന്ന് എനിക്കറിയാം. എന്ന് കരുതി എനിക്കങ്ങോട്ട് വെറുക്കാൻ പറ്റുമോ? അതിനു വേണ്ടിയിട്ടല്ലോ 5-8 വർഷം ഞാൻ അകത്ത് കിടന്നത്. ഒക്കെ ഓരോ നിമിത്തങ്ങളാ. പണ്ട് നിന്റെ ആ പഴയ കാമുകന്റെ പ്രേമലേഖനം നിന്റെ തന്തപ്പടിക്ക് കിട്ടിയതും അതോടെ തീറ്റിപ്പോറ്റാൻ ത്രാണിയുള്ള ഒരുത്തിനെ അന്വേഷിച്ച് നാട് വിട്ടതും അവിടെ വെച്ച് തളർവാദം പിടിപെട്ട ആ തന്തപ്പടി ഈ രഘുറാമിന്റെ പേഷ്യന്റ് ആയതും
ഒടുവിൽ മരണക്കിടക്കയിൽ വെച്ച് ഈ മകളെ നിറഞ്ഞ മനസ്സോടെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതും എല്ലാം നിമിത്തങ്ങളാ. ഞാൻ ഇവിടെ വന്ന് ഈ വാതിലിൽ കൊട്ടിയപ്പോ നീ ആവേശത്തോടെ വാതിൽ ഓർന്നത് ആ പഴയ കളിക്കൂട്ടുകാരനാണെന്ന് വിചാരിച്ചായിരിക്കും. ഇല്ലടി, അവൻ ഇനി ഈ പരിസരത്ത് വരില്ല. അതിനുള്ളൊരു ഡോസ് അവന്റെ തറവാട്ടി കറിച്ചെന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇത് എന്തൊരു നിപ്പ തള്ളേമോളും, ഒരുപാട് കാലത്തിന് ശേഷം കാണുന്നല്ലേ, എന്തെങ്കിലും ഒന്ന് പറ. പണ്ടേ മറന്നതാ ഞാൻ ഈ മുഖം. കഴിഞ്ഞു പോയത് ഓർമ്മിപ്പിക്കാൻ ഇനി കയറി വരരുത്. ഞാനും എന്റെ മോളും ഇത്തിരി മനസ്സമാധാനത്തോടെ ജീവിച്ചോട്ടെ. ഞങ്ങളെ ശല്യം ചെയ്യരുത്. ഇതുണ്ടാവുമ്പോഴല്ലേടി ഞാൻ നിനക്ക് ശല്യക്കാരനാവുക. എനിക്ക് വേണ്ടത് നിന്നെയാ. അതിന് ഇതൊരു തടസ്സമാവുകയാണെങ്കിൽ കൊന്നു തള്ളും ഞാൻ. ഇതൊരു മുന്നറിയിപ്പാ. ഇനി ഞാൻ വരുന്നത് നിന്നെ കൊണ്ടുപോകാനായിരിക്കും. കഴുത്തിൽ താലി കെട്ടിയവന്റെ അവകാശം അത്. അതിനെങ്ങാനും തടസ്സം നിന്നാ വേണ്ട. വേണ്ട എന്ന് പറഞ്ഞാ വേണ്ട. ഓക്കേ? എനിക്ക് പേടിയാവണു. അച്ഛൻ നമ്മളെ കൊല്ലും. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. വീട് വേണ്ട, അച്ഛൻ എന്നെ കൊല്ലും. ആരും ഒന്നും ചെയ്യില്ല. അവൻ അകത്തുണ്ടെങ്കിൽ ഒന്ന് കാണാമെന്നതാ. വാതിൽ തുറക്ക്. നിന്റെ ഭർത്താവ് എവിടെ? ഇവിടെ ഇല്ല, പോയി. ഞാൻ ഇങ്ങോട്ടെത്താൻ ഇത്തിരി വൈകി. ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം എന്റെ പെറ്റമ്മയുടെ കൂടപ്പിറപ്പുകളുടെ സന്തോഷ. ആ സന്തോഷം കെടുത്താൻ ഇനിയെങ്ങാനും അവനാ മുറ്റത്ത് കാലുകുത്തിയാൽ പിന്നെ കാലുണ്ടാവില്ല. അത് അവനോട് പറഞ്ഞേക്കണം. ആണത്തം കാണിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ചന്ദ്രനോളമല്ല ഒരുത്തനും. നീ എന്താ ഒറ്റയ്ക്ക് പുറത്തിരിക്കുന്ന? തിരിച്ചു പോയാലൊന്ന് ആലോചിക്കുകയാണ് ചന്ദ്രേട്ട. പെറ്റുമാനെ കണ്ടൊരു ഓർമ്മയുള്ള എനിക്ക്. കൂടപ്പിറപ്പുകളും കുടുംബമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കണതിന്റെ സുഖം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് നിങ്ങളുടെ കൂടെ പോകുന്നത്. എന്നിട്ടിപ്പോ ഇവിടെയും ഒറ്റക്കാവുകയാണെങ്കിൽ പിന്നെ അതിന് നല്ലത് അക്കരെ തന്നെയാ. എന്താടാ? അവരൊക്കെ പോയി ചന്ദ്രേട്ട. പോവേ? സേതുവിന്റെ വീട്ടിലേക്കാണെന്നാ പറഞ്ഞത്. ഈ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ട ചന്ദ്രേട്ടൻ ഈ വീട്ടിൽ ഒറ്റക്കാവുന്നത് കാണാൻ ഒരു വിഷമം. പോവായിരുന്നില്ലേ? കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് കഴിയണ മക്കളുടെ കൂടെ പോവായിരുന്നില്ലേ? ആർക്കും പോവാം. അങ്ങനെ ആരോ ഒരാളല്ലടാ ഞാൻ. നീ എന്ത് ചെയ്താലും നിന്നെ നൊന്ത് പ്രസവിച്ച അമ്മയാ ഞാൻ. നൊന്ത് പ്രസവിച്ച അമ്മ ലോകത്തിൽ ഏതൊരു അമ്മയ്ക്കും പറയാനുള്ള ന്യായം അത്. ഒരു നോവിന്റെ ന്യായം. സകലത് സഹിച്ച് ഈ പ്രായം വരെ വളർന്ന മക്കൾക്ക് തിരിച്ചങ്ങോട്ട് പറയാൻ ഏത് നോവിന്റെ ന്യായം അമ്മ ഉള്ളത്? പോട്ടെ, എല്ലാരും പോട്ടെ. ജോസോ വാ. എങ്ങനെയുണ്ട് അപ്പച്ചനെ? ആശുപത്രി തന്നെയാ. കുറച്ചു ദിവസം കൂടി കിടക്കേണ്ടി വരും. നീ ഇരിക്കെ. ചന്ദ്രേട്ടാ, കാശ് എടുക്കാനാണെങ്കിൽ വേണ്ട. കാശ് മേടിക്കാൻ വേണ്ടി വന്നല്ല ഞാൻ. ഇവിടെ ഒറ്റയ്ക്കായി പോയി എന്ന് പറഞ്ഞു കേട്ടപ്പോ സഹിച്ചില്ല.
കൂട്ടുകിടക്കാൻ വേണ്ടി വന്നാ ഞാൻ. ഒറ്റയ്ക്ക നമ്മള് ഗൾഫുകാർക്ക് ഇതൊക്കെ ശീലമല്ലടാ. ഭാഷ അറിയില്ല, പോലീസിനെ പേടിക്കണം, കയ്യിലൊട്ട് കാശുമില്ല. 3-4 കൊല്ലം നിന്റെ മുറിയിൽ എനിക്ക് ഊണും ഉറക്കവും തന്ന് കൂട്ടുകിടന്നിട്ടില്ലേ നീ? കൺമുമ്പിൽ പൊരി വെയിൽ കിടന്ന് തിളയ്ക്കുമ്പോ ഉള്ളും പുറവും ഒരുപോലെ പൊള്ളും. അപ്പൊ അസ്വസ്ഥത മാറ്റാൻ നമ്മൾ പ്രയോഗിക്കുന്ന ഒരൊറ്റ മൂലിയില്ലേ, ഇത്തിരി നേരം കണ്ണടച്ചങ്ങോട്ട് നിൽക്കും. അപ്പൊ മനസ്സിൽ തെളിയ ഒരു പച്ചപ്പ്, ജന്മനാടിന്റെ പച്ചപ്പ്. പിന്നെ കൂടപ്പറപ്പുകളുടെയും കൂട്ടുകാരുടെയും ഒക്കെ പുഞ്ചിരിക്കുന്ന മുഖവും. അത് മതി സന്തോഷാവാൻ. പക്ഷെ ഒക്കെ ആർക്ക് വേണ്ടിയിട്ടായിരുന്നടാ? നമ്മൾ കാരണം തന്നെ എല്ലാവരുടെയും മുഖം മങ്ങിയ പിന്നെ ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാടാ ഉള്ളത്? ഒരു കണക്കിന് നമ്മളൊക്കെ വിഡ്ഢികളാ. ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ഗൾഫിലാണെങ്കിലും നേരത്തെ കല്യാണം കഴിക്കും, എന്നിട്ട് പെണ്ണിനെ കൊണ്ട് അങ്ങോട്ട് പോകും. അതിലൊരു കുഞ്ഞുണ്ടായാൽ അതിന്റെ മുഖം ഒന്ന് കാണാൻ പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഒന്നുകിൽ ഹജ്ജിന് പോകണം, അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് വിസ. നമുക്കൊക്കെ അവസാനം എന്താടാ ബാക്കിയാവുക? ഇത്തിരി പ്രഷർ, ഇത്തിരി ഷുഗർ, പിന്നെ കണ്ണടയണ കാലം വരെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ വീടിന്റെ പൂമുഖത്തുതാ ഇതുപോലൊരു ചാരുകസേര. പേടിയാവണടോ. എന്തിനാ അപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? അതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ. അതാ ഞാനും പറയണേ, ചന്ദ്രേട്ടൻ ഒറ്റക്കാവാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ? ഒരു പ്രശ്നമില്ല ചന്ദ്രേട്ടാ, ഒക്കെ നേരെയാവും. എന്ത് തന്നെയായാലും എല്ലാരും കൂടി ഒരുമിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് ഒട്ടും ശരിയായില്ല. ഇത് പറയുന്ന ആൾക്ക് അവിടെ തന്നെ നിൽക്കായിരുന്നില്ലേ? ഞാൻ ഇറങ്ങിയത് അളിയനൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാന്ന് കരുതിയിട്ടാ. എന്നാ ഞാൻ അങ്ങനെയല്ല. ആ തെമ്മാടി ഇനി അവിടെ വരില്ലാന്ന് ഏട്ടൻ ഇവിടെ ഒന്ന് ഉറപ്പാന്നാലേ ഞാനും എന്റെ കുടുംബം ഇനി അങ്ങോട്ടുള്ളൂ. എന്നാലും ഒരു തരി മണ്ണ് പോലും തരില്ല എന്ന് പറഞ്ഞത് അഹങ്കാരം തന്നെയാ. നിനക്കെന്താ ദഹനക്കേട് വല്ലതും ഉണ്ടോ? വെറുതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. അയ്യോ, ദേനക്കേട് മാത്രല്ല, മൗനവ്രതം കൂടിയാ. വലിയേട്ടനെ കാണാഞ്ഞിട്ട് കുഞ്ഞനീന് ഉറക്കം വന്നില്ല. അങ്ങോട്ട് വരാൻ പറ്റാവോ? ആരാ? ഞങ്ങളാ. ആഹാ, മട്ടനും ചിക്കനൊക്കെ നിരത്തി വെച്ച് വട്ടം കൂടിയിരുന്ന എല്ലാരും കുടുംബം കളിക്കല്ലേ. ആ പാവത്തിനോടെ ഇങ്ങനെയൊക്കെ തന്നെ വേണം. റെക്കമെൻഡേഷൻ ആണെങ്കിൽ വേണ്ട. ഇല്ലാത്ത കഷ്ടപ്പാടും പറഞ്ഞ് വല്ല ചില്ലറ മേടിക്കാൻ വന്നാണെങ്കിൽ അത് അവിടെ പോയി പറഞ്ഞു വാങ്ങിച്ച് സ്ഥലം വിട്ടോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം. കുടുംബ പ്രശ്നം എന്നാ നിനക്കൊക്കെ കുടുംബം ഉണ്ടായത്? ആ മനുഷ്യൻ അക്കരെ പോയി രാപ്പകില്ലാതെ കഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ നിനക്കൊക്കെ ഇങ്ങനെ വെച്ചു വിളമ്പിത്താൻ ഒരു കുടുംബം ഉണ്ടായത്? ഒന്ന് നിന്നേ, നീ ഇതെങ്ങോട്ടാ മണവാട്ടി അടിച്ച മാതിരി തലയും താഴ്ത്തി? എടാ, ഇത്രയും കാലത്തിനിടക്ക് ഈ അലക്കിത്തച്ച സാധനത്തിലേക്ക് കഞ്ഞിപ്പശ വാങ്ങാനുള്ള ചില്ലറ പോലും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ നീയൊക്കെ? അതൊക്കെ പോട്ടെ, പ്രേമിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാൻ കൊടിവെച്ച കാറിലെ പണ്ടാരടങ്ങൂന്ന് പറഞ്ഞിട്ട് അവസാനം ദാ ഇവളുടെ ചേച്ചിയുടെ ഭർത്താവ് നിന്റെ നെഞ്ചത്ത് കരിങ്കൊടി കുത്താൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ അവിടെ വന്ന് അടിയും പിടി ഉണ്ടാക്കി തന്റെ ഇടത്തോടെ വിളർക്കിക്കൊണ്ടുവന്നു. അങ്ങനെയുള്ള ഒരു ഏട്ടനെ കിട്ടാൻ പുണ്യം ചെയ്യണോടാ, പുണ്യം. നിങ്ങൾ വലിയ വീരവാദം പറയുന്നുണ്ടല്ലോ. അത്രയ്ക്ക് സ്നേഹമുള്ള ആളാണ് ഏട്ടനെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയോ? എന്തിനാ തിരിഞ്ഞു നോക്കണത്? വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടി താമസിക്കുന്ന റെയിൽവേ സ്റ്റേഷന്റെ പുറകിലൊന്നല്ലോ, നല്ല ഒന്നാന്തര മണിമാളികത്ത് തന്നെയല്ലേ. ഒരു PWD ക്ലർക്കിന് താമസിക്കാൻ 2 നില വീട്, AC ബെഡ്റൂം, മുറ്റത്ത് മുന്തിയ കാറ്, ഇതൊക്കെ ഏട്ടൻ നേരത്തിന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായതല്ലേ. അല്ലാതെ നിങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടുണ്ടായതല്ലോ. എന്നിട്ട് ഇപ്പോഴും തിരിഞ്ഞു നോക്കാതെ എന്റെ പരാതിയാ. നല്ല പ്രായത്തിൽ ലക്ഷങ്ങൾ സമ്പാദ്യമുള്ള കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ട് ചന്ദ്രേട്ടന് അബുദാബിയില്. അപ്പോഴൊക്കെ പറയും അമ്മയും കൂടപ്പുറപ്പുകളും കണ്ടിട്ട് ഇഷ്ടാവണമെന്ന് മതിയെന്ന്. അങ്ങനെ മാറ്റി വെച്ചതാ ചന്ദ്രേട്ടന്റെ ജീവിതം. എന്നിട്ട് ഇപ്പൊ ഏതോ ഒരു പെണ്ണിന്റെ കുട്ടിയുടെ പേരും പറഞ്ഞ് ആ ഏട്ടൻ അവിടെ ഒറ്റക്കിട്ടിട്ട് നിങ്ങൾ എല്ലാവരും കൂടി മൂപ്പർക്കെതിരെ വട്ടമേശ സമ്മേളനം നടത്തേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളൊക്കെ കാരണം ആ ഏട്ടന്റെ കണ്ണീര് ആ മുറ്റത്ത് വീണ മുടിഞ്ഞു പോയി കാണുന്നതൊക്കെ. നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് വേണം ചന്ദ്രേട്ടനെ. കൊണ്ടുപോകും അങ്ങോട്ട്, എന്നിട്ട് അവിടെ ഉണ്ടാക്കുന്നല്ല ഒന്നാന്തരം ഒരു കുടുംബം. പിന്നെ ആ ഏട്ടനെ ഒന്ന് കാണണമെങ്കിൽ കുടുംബ സമേതം വിസിറ്റിംഗ് വിസ എടുക്കേണ്ടി വരും, പറഞ്ഞേക്കാം. പിന്നെ പല കഷ്ടപ്പാടുകളും പറഞ്ഞ് ആ വകയിൽ ചന്ദ്രേട്ടന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ചില്ലറ മേടിച്ചിട്ടുള്ളതന്നെ ജോസ്. ഇപ്പോ ഇവിടെ ഇങ്ങനെ വന്ന് നിങ്ങളോട് 2 വർത്താനം പറഞ്ഞില്ലെങ്കിലേ ആ വകുപ്പിൽ ഞാനുണ്ട് ചന്ദ്രേട്ടന്റെ ചോറേ ദഹിക്കാതെ അങ്ങനെ കിടക്കും മരണം വരെ. എന്തായാലും തീറ്റ മുടക്കണ്ട, നടക്കട്ടെ, വെട്ടി വിഴുങ്ങ് പാടാ. ഇല്ല, ഒരൊറ്റ രാത്രി കൊണ്ട് അനാഥരായി പോയ 2 ജന്മങ്ങളാ ഞാനും എന്റെ മോളും. അങ്ങനെയുള്ള ഞങ്ങള് കാരണം ആ കുടുംബത്തിന്റെ സന്തോഷം ഇല്ലാതാവാൻ പാടില്ല.
ഒരിക്കൽ അച്ഛനോടൊപ്പം ഞാൻ ആ വീടിന്റെ പടി ഇറങ്ങിയപ്പോ ആ മുഖത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിഞ്ഞില്ല എനിക്ക്. ഞാൻ കാരണം ഇനിയും ആ മനസ്സ് വേദനിച്ച് അരുത്, അതുണ്ടാവരുത്. എല്ലാം പറഞ്ഞു കേട്ടപ്പോ ചന്ദ്രേട്ടന്റെ കാര്യത്തിൽ സങ്കട തോന്നുന്നത്. ഇത്രയും കാലം ആ കുടുംബത്തിന് വേണ്ടിയിട്ടാ ചന്ദ്രേട്ടൻ ജീവിച്ചത്. ഇനിയുള്ള കാലം കൂട്ടിനൊരാള്. അങ്ങനെ ആലോചിച്ചൂടെ? ഓരോന്നിനും ഓരോ കാലമുണ്ട്. ഇപ്പൊ എനിക്ക് വലുത് എന്റെ മോള. നിങ്ങൾ ചെല്ല്. കഴിക്കണില്ലേ? വാ. കുട്ടിയോളും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എന്താന്നറിയില്ല, ഒരു സുഖം കിട്ടണില്ല. ഒരു തരി മണ്ണ് പോലും ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞത് കൊടുക്കാതിരിക്കാനല്ല, പെട്ടെന്ന് അങ്ങോട്ട് വീതിച്ചു കൊടുത്താ അതോടെ എല്ലാരും കൂടൊഴിഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ടാ. ഇനി അങ്ങനാണെങ്കിൽ ആയിക്കോട്ടെ, എനിക്കെന്തിനാ അമ്മ ഇതൊക്കെ? പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഞാനൊന്ന് പോയി വിളിച്ചു നോക്കട്ടെ, വരുവാവോ? എന്താ മോളെ, എന്താ മോളെ, എന്താ ഈ നേരത്തെ? സോറി അങ്കിളെ, അന്ന് അങ്കിളിനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്. പേടിയായതുകൊണ്ട്. എനിക്ക് എല്ലാരെയും പേടിയാ. ഈ അങ്കിള് പാവ, എന്റെ മമ്മയും പാവ, ഞങ്ങൾക്ക് ആരുമില്ല. ഇനി എന്റെ അച്ഛൻ വന്നാ ഞങ്ങളെ കൊല്ലും. അങ്കിളിനെ അറിയാഞ്ഞിട്ടാ ഞാൻ എന്റെ മമ്മയുടെ മോളല്ല. സത്യ ഞാൻ പറയണേ.